ഈ കാണുന്ന സെറ്റപ്പൊക്കെ ഒരു ഗവൺമെന്റ് LP സ്കൂളിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്ന് കണ്ടു നോക്കൂ. ഇതൊക്കെ കാണുമ്പോൾ കുട്ടിക്കാലം തിരിച്ചു കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. എന്ത് രസമാണ് ഇവിടുത്തെ ക്ലാസ് മുറികൾ. പഠനം രസകരമാക്കാൻ പലയിടങ്ങൾ. ഗണിത ഇടം, ഭാഷാ വികസന ഇടം, നിർമ്മാണ ഇടം, വരയിടം, അങ്ങനെ ഓരോന്നും. കുട്ടികളിലെ കലാവാസനകളും അതുപോലെ വരയ്ക്കാനുള്ള കഴിവുകളും പല മേഖലയിലുള്ള അവരുടെ കഴിവുകൾ അവർക്ക് പുറത്തെടുക്കാനും വികസിപ്പിക്കാനും ആകർഷകമായി ഒരുക്കിയ ഇത്തരം ഇടങ്ങൾ എവിടെ ലഭിക്കും? ഈ ആട്ടക്കാരൻ കുതിരയൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളെ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും 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 കൊണ്ടുവരുന്നു. ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ എന്തുകൊണ്ടും ഭാഗ്യവാന്മാർ തന്നെ. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ് മുറിയിലേക്ക് കടക്കാം. അവിടെയും വളരെ വർണ്ണാഭമായി അലങ്കരിച്ചിരിക്കുന്ന കസേരകളും മേശകളും ഒക്കെയാണ്. അതിലിതാ നോക്കൂ, ഒരു കുട്ടിക്കളിയരങ്ങ്. കുട്ടികൾക്ക് അവരുടേതായ ചെറുനാടകങ്ങളും മറ്റും അവതരിപ്പിക്കാൻ പറ്റുന്ന ഇടം. ഒരു ചെറിയ സ്റ്റേജും. എന്തു മനോഹരമാണ്. കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു സ്റ്റേജും അരങ്ങും. പഠനം പുസ്തകങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ക്ലാസ് മുറി. ഇത്തരം ക്ലാസ് മുറികളാണ് ഈ വിദ്യാലയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് എന്നത് അതിശയാവഹം തന്നെ. ഫോട്ടോഷൂട്ടിന് പറ്റിയൊരിടവും വിദ്യാലയത്തിൽ ഒരുക്കിയിരിക്കുന്നു. കുട്ടികളിലെ പൂമ്പാറ്റകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇതാ അതിമനോഹരമായൊരു പൂമ്പാറ്റ. കുഞ്ഞു വെള്ളച്ചാട്ടവും ഒരു കുഞ്ഞു കുളവും. എത്ര മനോഹരമായാണ് ഇതെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത്രയൊക്കെ പോരെ കുട്ടികളെ ആകർഷിക്കാൻ? കായികത്തിലും അതുപോലെ ശാസ്ത്രമേളകളിലും വിദ്യാഭ്യാസത്തിലും മുന്നോട്ട് നിൽക്കുന്ന ഈ കൊച്ചു വിദ്യാലയമാണ് GLPS പട്ടിക്കാട്. മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഉപജില്ലയിലെ ഒരു സർക്കാർ വിദ്യാലയം. അങ്ങ് ദൂരെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹമാണ് ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ V. ശ്രീനിവാസൻ മാസ്റ്റർ. കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം പദ്ധതികൾ നമ്മളുടെ സർക്കാർ സ്കൂളുകളെ ഇത്തരത്തിൽ ആകർഷകമാക്കുന്നു. പഠനത്തിലും മറ്റെല്ലാ കാര്യത്തിലും മുന്നോട്ട് നിൽക്കുന്ന സർക്കാർ സ്കൂളുകളാവട്ടെ ഇനി നമ്മളുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം സ്കൂളുകൾ നമ്മളുടെ നാടിന് തന്നെ അഭിമാനമാണ്. ഇത്തരം സ്കൂളുകളിലാവട്ടെ ഇനി നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസം തികച്ചും അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി കുട്ടികൾ ഇത്തരം വിദ്യാലയത്തിൽ പഠിച്ച് മുന്നോട്ട് വരട്ടെ.